കഥയാരംഭിക്കുന്നത് ലൂസിയോ എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പച്ചക്കറികൾ മോഷ്ടിക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ട ലൂസിയോ രോഷാകുലനായ തോട്ടമുടമയിൽ നിന്ന് തന്റെ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ഉടമ അവനെതിരെ വെടിയുതിർത്തെങ്കിലും ഒരു തരത്തിൽ അവനതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി രക്ഷപ്പെട്ടോടി. ഒടുവിൽ വീട്ടിലേക്കും വന്നു ചേർന്നു. ലൂസിയോയുടെ പിതാവ് ഗുരുതരമായി രോഗം ബാധിച്ച് കിടക്കുകയാണ്. അന്നു മുതൽ ആ കുടുംബത്തിൽ ആഹാരമെത്തിക്കാൻ ലൂസിയോ കഷ്ടപ്പെടുന്നുണ്ട്. അവന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി മോഷണം മാത്രമായിരുന്നു. അന്ന് രാത്രി അവന്റെ പിതാവിന്റെ നില കൂടുതൽ വഷളായി. ഏറെ വേദനയോടെ ഇനി അധികകാലം എനിക്ക് പൊരുതാൻ കഴിയില്ലെന്ന് അദ്ദേഹം ലൂസിയോയോട് പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവനെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഏക മകനെന്ന നിലയിൽ അവന്റെ മൂത്ത സഹോദരിയെ അവൻ സംരക്ഷിക്കണം. അന്ന് രാത്രി ലൂസിയോ കുറങ്ങാനേ സാധിച്ചില്ല. അച്ഛന്റെ ആ വാക്കുകൾ അവന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രഭാതമായപ്പോഴേക്കും വല്ലാത്തൊരു നിരാശ അവനെ കീഴടക്കിയിരുന്നു. ഒടുവിൽ വിഡ്ഢിത്തമെന്ന് തോന്നുമെങ്കിലും ആ ഒരവസ്ഥയിൽ അവന് ശരിയെന്ന് തോന്നിയ അനിവാര്യമായ ഒരു തീരുമാനത്തിൽ അവൻ എത്തിച്ചേർന്നു. ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ അവനങ്ങ് തീരുമാനിച്ചു. അവന്റെ ജീവിതം ഒരു വഴിത്തിരിവിലെത്തിയ നിമിഷമായിരുന്നു അത്. പുലർച്ചെ എഴുന്നേറ്റ് അവൻ നേരെ ബാങ്കിലേക്ക് വെച്ച് പിടിച്ചു. ആദ്യം വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നേർമാർഗത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവനൊരു ശ്രമം നടത്തി നോക്കി. ബാങ്ക് ഉദ്യോഗസ്ഥനോട് അവനൊരു ലോൺ ആവശ്യപ്പെട്ടു. പക്ഷെ അവന്റെ അപേക്ഷ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിരസിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. അതോടെ താൻ പ്ലാൻ ചെയ്തു വന്ന കാര്യം പ്രവർത്തിക്കാൻ അവൻ തയ്യാറായി. അവനൊരു പരിഭ്രാന്തി തോന്നി. പരിഭ്രാന്തി അക്രമത്തിലേക്ക് വഴിമാറി. ലൂസിയോ ഒളിപ്പിച്ച കത്തി പുറത്തെടുത്തു. പണം തരാൻ അവിടുത്തെ ഉദ്യോഗസ്ഥനെ വിരട്ടി. പക്ഷേ അതവന്റെ ആദ്യത്തെ മോഷണ ശ്രമമാണ്. അവന്റെ ഉള്ളിലെ ഭയം അവനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അവന്റെ ശരീരം അവനെ ചതിക്കുകയും ചെയ്തു. അവിടെ ആ നിമിഷം നിന്ന നിൽപ്പിൽ അവനറിയാതെ മൂത്രമൊഴിച്ചു പോയി. ബാങ്ക് ഉദ്യോഗസ്ഥൻ അതൊക്കെ കണ്ട് പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ അമ്പരക്കുകയായിരുന്നു ചെയ്തത്. ഒടുവിൽ അവനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞയച്ചു. ലൂസിയോ നിരാശയോടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. സഹോദരി കരഞ്ഞുകൊണ്ട് വീടിന് വെളിയിലുണ്ടായിരുന്നു. അവൾ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. അവരുടെ പിതാവ് ഈ ലോകം വിട്ടേ പോയിരുന്നു. വൈകാതെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നു. എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങിയുമെത്തി. അടുത്ത ദിവസം സഹോദരി എന്തോ യാത്രയ്ക്കുള്ള പോലെ കുറെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് ലൂസിയോ കണ്ടു. അമ്പരന്ന അവൻ എന്താ കാര്യമെന്ന് ചോദിച്ചു. ലൂസിയോക്ക് നിർബന്ധിത സൈനിക സേവനത്തിനുള്ള സമയമായെന്ന് അവൾ അവനോട് അറിയിച്ചു. ആ കാലഘട്ടത്തിൽ 13 വയസ്സ് മുതലുള്ള എല്ലാ ആൺകുട്ടികളും 10 വർഷമെങ്കിലും നിർബന്ധിത സൈനിക സേവനം ചെയ്യണമായിരുന്നു. അതിലൊന്നും കാര്യമില്ലെന്നും അതൊക്കെ വെറുതെ സമയനഷ്ടമാണെന്നും അതിന് പോയതുകൊണ്ട് ജീവിതത്തിൽ ഒരു മെച്ചവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ ലൂസിയോ സഹോദരിയോട് പറഞ്ഞെങ്കിലും സഹോദരി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഭാവിയിൽ അവന് ജോലി കണ്ടെത്താൻ പ്രയാസമായിരിക്കും എന്നവൾ എടുത്തു പറഞ്ഞു. സഹോദരി ഒരുപാട് നിർബന്ധിച്ചപ്പോ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ലൂസിയോ അതിന് വഴങ്ങി. അവൻ നിർബന്ധിത സൈനിക സേവനത്തിന് പോയി. പിന്നീട് 10 വർഷക്കാലങ്ങൾക്ക് ശേഷം ലൂസിയോ പാരീസിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. അവൻ ഒരു യുവാവായി കഴിഞ്ഞു. തന്റെ സൈനിക സേവന കാലത്ത് സഹോദരി താനിപ്പോൾ താമസിക്കുന്നയിടം ഒരു കത്തായി അവൻ അയച്ചു കൊടുത്തിരുന്നു. ആ വിലാസത്തിലേക്കാണ് ലൂസിയോ വന്നെത്തിയിരിക്കുന്നത്. അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ ആ വീട്ടിലെത്തിച്ചേർന്നു. സഹോദരി ലൂസിയോയെ കണ്ടതും അത്രമേൽ സന്തോഷിച്ചു. സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് സഹോദരി ലൂസിയോയെ അകത്തേക്ക് ക്ഷണിച്ച് ഭക്ഷണം കൊടുക്കാനും മറ്റും തുടങ്ങി. അപ്പോഴാണ് താൻ മറച്ചുവെച്ച ഒരു കാര്യം ലൂസിയോ സഹോദരിയോട് തുറന്നു പറയുന്നത്. അവൻ തന്റെ സൈനിക സേവനം പൂർത്തിയാക്കിയിരുന്നില്ല. സൈനിക സേവനം അവസാനിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ അവൻ ക്യാമ്പിൽ നിന്ന് ഓടിപ്പോന്നു. അതും ആര് കേട്ടാലും മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു കാര്യം കൊണ്ട്. അവിടുത്തെ ഭക്ഷണം അവൻ ഇഷ്ടപ്പെട്ടില്ലത്രേ. അത് സഹിക്കാൻ പറ്റാതെ അവൻ ഓടിപ്പോന്നതാണത്രേ. അത് കേട്ടതും സഹോദരി അവനോട് ദേഷ്യപ്പെട്ടു. സൈനിക സേവനം പൂർത്തിയാക്കുന്നതിന്റെ വക്കോളം എത്തിയതായിരുന്നു. രാത്രി മുഴുവൻ വെള്ളം കോരിയിട്ട് പുലർച്ചെയായപ്പോ കലമിട്ടുടച്ചതുപോലെ ആയില്ലടാ എന്ന മട്ടിൽ സഹോദരി അവനോട് പരിഭവം പറഞ്ഞു. ആ സമയമാണ് അങ്ങോട്ടേക്ക് സഹോദരിയുടെ ഭർത്താവ് പാട്രിക് വന്നെത്തുന്നത്. പാരീസിലെ ഒരു ഫാക്ടറിയിൽ പാട്രിക് അക്കൗണ്ടന്റായി ജോലി നോക്കുകയാണ്. ഇരുവരും പരസ്പരം പരിചയപ്പെട്ട് സംസാരിച്ചു. പാട്രിക്കിനടുക്കൽ ഫാക്ടറിയിൽ എന്തെങ്കിലും ജോലി തയ്യാറാക്കി നൽകാമോ എന്ന് ലൂസിയോ ചോദിച്ചു. പക്ഷേ ലൂസിയോ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. ഫാക്ടറി ജോലിക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം ആവശ്യമാണ്. ഒടുവിൽ തന്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിന് കൺസ്ട്രക്ഷൻ വർക്കിൽ ആളുകളെ വേണമെന്നും ലൂസിയോക്ക് സമ്മതമാണെങ്കിൽ അവനോട് താൻ സംസാരിക്കാമെന്നും പാട്രിക് പറഞ്ഞു. ഒരു മടിയും കൂടാതെ ലൂസിയോ അതിന് സമ്മതിച്ചു. അങ്ങനെ ലൂസിയോക്ക് കൺസ്ട്രക്ഷൻ ജോലി ലഭിച്ചു. അടുത്ത ദിവസം തന്നെ അവൻ ജോലിയിൽ പ്രവേശിച്ചു. വിശ്രമവേളയിൽ 3 തൊഴിലാളികൾ അനാർക്കിസത്തെപ്പറ്റി വലിയ തോതിൽ സംസാരിക്കുന്നത് അവൻ കേട്ടു. അതായത് അരാജകവാദത്തെക്കുറിച്ച്. അരാജകവാദ പ്രസ്ഥാനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നവർ ലൂസിയോയോട് ചോദിച്ചു. അവർ പറയുന്നത് എന്താണെന്ന് ലൂസിയോക്ക് കാര്യമായി
മനസ്സിലായില്ലെങ്കിലും അതൊരു നല്ല കാര്യമാണെന്ന് ഊഹിച്ച് അവൻ മറുപടി നൽകി. ആ മറുപടി മതിയായിരുന്നു തങ്ങളുടെ കൂട്ടത്തിലേക്ക് ലൂസിയോയെ അവർക്ക് കൂട്ടുവാനും. അനാർക്കിസം അഥവാ അരാജകത്വം എന്താണെന്ന് ലളിതമായിട്ടൊന്ന് വിശദീകരിച്ചു പറയാം. അതായത് ഭരിക്കുവാൻ മറ്റാരുമില്ലാതെ മനുഷ്യർ പരസ്പര സഹകരണത്തിലൂടെ ജീവിക്കുന്ന ഒരു രീതിയാണ് അനാർക്കിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികാര ശ്രേണികളും ഭരണകൂടമില്ലായ്മയും സ്വയം ഭരണവുമാണ് അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്തായാലും ലൂസിയോ അരാജകവാദ പ്രസ്ഥാനത്തിൽ ചേർന്നു. അവരുടെ കൂട്ടത്തിൽ അതിനെപ്പറ്റിയുള്ള ലഘുരേഖകളും മറ്റും തെരുവിൽ അവൻ വിതരണം ചെയ്യാൻ പോയി. അവർ അവന് രാജ്യത്തിലെ പുതിയ പേരുകളും ആശയങ്ങളും പ്രസ്ഥാനത്തിലെ പ്രമുഖരെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അത് അവന്റെ മുമ്പിൽ പുതിയ ലോകത്തേക്കുള്ള ഒരു വാതിൽ തുറക്കുന്നത് പോലെയായിരുന്നു. ലൂസിയോ അതിലേക്ക് നടന്നു കയറി. കൂടുതൽ കാര്യങ്ങൾ കേൾക്കുന്തോറും അവൻ അനാർക്കിസ്റ്റ് പ്രസ്ഥാനത്തിൽ കൂടുതൽ ആകൃഷ്ടനായി. താമസിയാതെ അവൻ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന മട്ടിൽ നല്ല രീതിയിൽ പെരുമാറാനും ആരംഭിച്ചു. പ്രവർത്തിക്കാനും തുടങ്ങി. എന്തോ തെളിയിക്കാനുള്ളതെന്ന പോലെ അവിടുത്തെ അധികാരികളുമായി ഏറ്റുമുട്ടാനും വഴക്കിടാനും പോലും അവൻ ധൈര്യം കാട്ടി. ഒരു ദിവസം രാത്രിയിൽ ലൂസിയോയുടെ പുതിയ സുഹൃത്തുക്കളിൽ ഒരാൾ അവനോടൊരു സഹായം ചോദിച്ചു. കിക്കോ എന്നു പേരുള്ള അവരുടെ പ്രസ്ഥാനത്തിലെ ഒരാൾക്ക് കുറച്ചു ദിവസം താമസിക്കാൻ ഒരിടം വേണം. ലൂസിയൊട്ടും മടിച്ചില്ല. കിക്കോയെ തന്റെ കൂടെ താമസിപ്പിക്കാം എന്നവൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം വലിയൊരു സ്യൂട്ട് കേസുമായി കിക്കോ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. കിക്കോയെ പരിചയപ്പെട്ടപ്പോഴാണ് ചില കാര്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നത്. കിക്കോ വെറും ഒരു പ്രവർത്തകൻ മാത്രമായിരുന്നില്ല. കിക്കോ പോലീസിനാൽ തിരയപ്പെടുന്ന പ്രശസ്തനായ ഒരു അനാർക്കിസ്റ്റും ബാങ്ക് കവർച്ചക്കാരനുമായിരുന്നു. ആ സ്യൂട്ട് കേസിനുള്ളിൽ ബാങ്ക് മോഷണത്തിനും മറ്റുമുള്ള ആയുധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കണ്ടതും ഭയപ്പെടുന്നതിനു പകരം ലൂസിയോക്ക് കിക്കോക്ക് മേൽ വലിയ ബഹുമാനം തോന്നി. അവനെ സംബന്ധിച്ചിടത്തോളം കിക്കോ ധീരനും കരുത്തനുമായിരുന്നു. അന്ന് രാത്രി തന്നെ അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ഒരു ബാങ്ക് മോഷണത്തിൽ തന്റെ കൂടെ ചേരുന്നു എന്ന മട്ടിൽ കിക്കോ ലൂസിയോയെ ക്ഷണിച്ചു. ലൂസിയോ ആകട്ടെ അതിന്റെ അപകടങ്ങളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാതെ ഉടനടി സമ്മതിക്കുകയും ചെയ്തു. പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം ലൂസിയോയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് അവരിരുവരും തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കി. പക്ഷേ ബാങ്കിനകത്തേക്ക് കയറിയ നിമിഷത്തിൽ 10 വർഷം മുമ്പുള്ള ആദ്യത്തെ ബാങ്ക് മോഷണത്തിന്റെ ഓർമ്മകൾ ലൂസിയോയെ പിടികൂടി. വല്ലാതെ പരിഭ്രാന്തിയിലായ അവൻ ഒന്ന് സ്റ്റക്കായി നിന്നു. പാന്റിൽ മൂത്രമൊഴിച്ചു വരെ പോയി. കിക്കോ അത് കണ്ടു. ഉടൻ തന്നെ അവൻ അടുത്തെത്തി അവനെ ആശ്വസിപ്പിച്ചു. ആദ്യത്തെ മോഷണ സമയത്ത് ഇത്തരത്തിൽ പേടി തോന്നുന്നതും മറ്റും സ്വാഭാവികമാണെന്നും ഉണർന്ന് പ്രവർത്തിക്കാനും കിക്കോ അവന് പ്രചോദനം നൽകി. ലൂസിയോ സ്വയം നിയന്ത്രിച്ചു. കഴിയുന്നത്ര പണം കൈക്കലാക്കി. പോലീസ് എത്തുന്നതിനു മുമ്പ് അവരിരുവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. തിരികെ താമസ സ്ഥലത്തേക്ക് എത്തിയവർ പണമെടുത്ത് മേശമേൽ വെച്ചു. പിന്നാലെ കിക്കോ പണത്തെപ്പറ്റി വിശദീകരിച്ചു. ആ പണം തങ്ങൾക്ക് മാത്രം ഉള്ളതല്ലെന്നായിരുന്നു കിക്കോ പറഞ്ഞത്. അതിന്റെ വലിയൊരു ഭാഗം അനാർക്കിസ്റ്റ് പ്രക്ഷോഭങ്ങൾക്കും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ദരിദ്ര കുടുംബങ്ങളെ സഹായിക്കാനും ഉപയോഗിക്കും. ബാക്കിയുള്ളത് മാത്രമേ അവർക്കായി എടുക്കുകയുള്ളൂ. അത് കേട്ട ലൂസിയോ താനൊരു ആധുനിക റോബിൻഹുഡ് ആണെന്ന് സ്വയം വിശ്വസിക്കാൻ ആരംഭിച്ചു. താൻ മോഷ്ടിക്കുന്നത് ആർത്തി കൊണ്ടല്ല, മറിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാനാണെന്ന് അവൻ കരുതി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരിരുവരും വീണ്ടും അടുത്തൊരു ബാങ്ക് മോഷണം നടത്തി. ഇത്തവണ തങ്ങളുടെ ഡ്രൈവറായി അസ്റ്റുറാനിയാനോ എന്ന മറ്റൊരു സഹപ്രവർത്തകനെയും ലൂസിയോ കൂടെ കൂട്ടിയിരുന്നു. മോഷണ സമയത്ത് ബാങ്കിന്റെ മുമ്പിൽ അസ്റ്റുറാനിയാനോ കാർ പാർക്ക് ചെയ്തെങ്കിലും എഞ്ചിൻ ഓഫ് ചെയ്തിരുന്നില്ല. ആവടി വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന് അത് കണ്ട് സംശയം തോന്നി. പോലീസ് ഉദ്യോഗസ്ഥൻ അവനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആ നിമിഷം ലൂസിയോയും കിക്കോയും കൃത്യമായി പുറത്തെത്തുകയായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് അസ്റ്റുറാനിയാനോ പോലീസിനെ കാറിന്റെ ഡോർ വെച്ച് തള്ളിയിട്ടു. പിന്നാലെ ആ കാറിൽ അവരിരുവരും രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. വൈകാതെ നടക്കുന്ന ബാങ്ക് മോഷണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു പോലീസ് ഇൻസ്പെക്ടർ എത്തിച്ചേർന്നു. മോഷ്ടാക്കൾ മുഖം മൂടി ഇട്ടിരുന്നതിനാൽ അവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നും പക്ഷേ അവർക്ക് സ്പാനിഷ് ശൈലിയിലുള്ള ഇംഗ്ലീഷ് സംസാരമായിരുന്നുവെന്നും ബാങ്ക് മാനേജർ എടുത്തു പറഞ്ഞു. ആ വിവരം കേസ് അന്വേഷിക്കാൻ വന്ന ഇൻസ്പെക്ടർക്ക് ഒരു പിടിവള്ളിയായിരുന്നു. പ്രദേശത്തെ അനാർക്കിസ്റ്റ് ഗ്രൂപ്പുകളിൽ പലരും സ്പാനിഷുകാരാണെന്ന വിവരം ഇൻസ്പെക്ടറിന് അറിയാമായിരുന്നു. ഇൻസ്പെക്ടർ കുറ്റവാളി അവർക്കിടയിൽ തന്നെ ഉണ്ടാകാം എന്നങ്ങ് ഉറപ്പിച്ചു. അന്ന് രാത്രിയിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ ആസ്ഥാനത്ത് ഒരു റെയ്ഡ് നടന്നു. പോലീസ് എത്തിയതും നേതാക്കളും പ്രവർത്തകരും പരിഭ്രാന്തിയിലായി ഓടാൻ ആരംഭിച്ചു. പോലീസ് അവിടെ വലിയ രീതിയിൽ ആക്രമണം നടത്തി. ലൂസിയോ ഉൾപ്പെടെ പലരും അന്ന് പിടിക്കപ്പെട്ടു.
വൈകാതെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കപ്പെട്ട അവരെ ബാങ്ക് മാനേജറുടെ മുമ്പിൽ വെച്ച് സ്പാനിഷ് വാചകങ്ങൾ വായിപ്പിക്കാൻ തുടങ്ങി. ലൂസിയോയുടെ ഊഴം വന്നു. അവൻ ആ വാചകം വായിച്ചതും അവന്റെ ശബ്ദമാണ് മോഷ്ടാവിനോട് ഏറ്റവും സാമ്യമുള്ളത് എന്ന് ആ മാനേജർ പറഞ്ഞു. ഒരു മടിയും കൂടാതെ ഇൻസ്പെക്ടർ ലൂസിയോയുടെ അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്താൻ ഉത്തരവിട്ടു. ഒടുവിൽ പോലീസ് അവിടെയൊക്കെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ ലൂസിയോയെ വിട്ടയച്ചു. ആ സംഭവത്തിന് ശേഷം പിന്നീട് ഒരു രാത്രിയിൽ അസ്റ്റുറാനിയാനോ ലൂസിയോയുടെ അടുത്തെത്തി ഒരു പത്രം കാണിച്ചു. ആ പത്രത്തിൽ കിക്കോ കൊല്ലപ്പെട്ട വിവരമുണ്ടായിരുന്നു. അതുവരേക്കും കിക്കോയെ അവൻ കണ്ടിരുന്നേയില്ല. ലൂസിയോ അത് കണ്ടതും ആകെ തകർന്നുപോയി. തന്റെ മരണപ്പെട്ട സുഹൃത്തിനോടുള്ള ആദരസൂചകമായി കിക്കോയുടെ സ്വപ്നം പൂർത്തിയാക്കാൻ മറ്റൊരു ബാങ്ക് കൂടി കൊള്ളയടിക്കാൻ അസ്റ്റുറാനിയാനോയും ലൂസിയോയും കൂടി തീരുമാനിച്ചു. അടുത്ത ദിവസം അവർ ബാങ്കിലെത്തി. ഇത്തവണ ഒരു പരിഭ്രമവും ഉണ്ടായിരുന്നില്ല. വിജയകരമായ ഒരു മോഷണം തന്നെ നടത്തി. അന്ന് നേടിയെടുത്ത ആ പണം ഉപയോഗിച്ച് അവരൊരു ചെറിയ പ്രിന്റിംഗ് ഷോപ്പ് വാങ്ങി. അവിടെ ജോലി ചെയ്യാൻ ജീൻ എന്ന ഒരു സ്ത്രീയെയും ലൂസിയോ നിയമിച്ചു. അധികം വൈകാതെ തന്നെ ആ പ്രിന്റിംഗ് ഷോപ്പ് വെച്ച് ലഘുലേഖകൾ പ്രിന്റ് ചെയ്യാനും വിതരണം ചെയ്യാനും അവർ ആരംഭിച്ചു. അങ്ങനെയിരിക്കെയാണ് അച്ചടിച്ച ലഘുലേഖകൾ വാങ്ങാൻ രണ്ട് യുവതികൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. അവർ അരാജകവാദ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്ന സർവകലാശാല വിദ്യാർത്ഥിനികളായിരുന്നു. അതിലൊരാളുടെ പേര് ആനി എന്നാണ്. അടുത്ത ദിവസം ക്യാമ്പസിൽ നടക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ അവൾ അവിടെ വെച്ച് ലൂസിയോയെ ക്ഷണിച്ചു. ആനിയോട് ലൂസിയോക്ക് ഒരു ആകർഷണം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ലൂസിയോ ക്ഷണം സ്വീകരിച്ച് ആ പ്രതിഷേധ പരിപാടിയിലേക്ക് എത്തി. പരിപാടിയിൽ അന്ന് വളരെ മികച്ച രീതിയിൽ ആനി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മൂർച്ചയേറിയ വാക്കുകളും പ്രസംഗരീതിയും എല്ലാം തന്നെ ലൂസിയോയെ ഒരുപാട് ഇംപ്രസ് ചെയ്തു. അതിനുശേഷം അവളുടെ ബുദ്ധിശക്തിയും രാജ്യത്തെ മാറ്റാനുള്ള ആവേശവും താൻ വിശ്വസിക്കുന്ന ലക്ഷ്യങ്ങളുമായി തികച്ചും യോജിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ലൂസിയോ അവളെ തന്റെ അരാജകവാദ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി ക്ഷണിച്ചു. അവരുടെ സംഭാഷണത്തിനിടയിൽ പ്രതിഷേധ പരിപാടിയിലേക്ക് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. കാര്യങ്ങൾ വഷളാവുന്നതിനു മുമ്പ് ലൂസിയോ വേഗത്തിൽ അവളെ അവിടെ നിന്നും മാറ്റി. പിന്നീട് നദീതീരത്തിരുന്നവർ ഇരുവരും സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ലൂസിയോ തന്നെ പറ്റിയുള്ള സത്യങ്ങൾ അവളോട് വെളിപ്പെടുത്തിയത്. താൻ ഒരു അരാജകവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും ബാങ്കുകൾ കൊള്ളയടിക്കാറുണ്ടെന്നും അവൻ അവളോട് തുറന്നു സമ്മതിച്ചു. ആഡംബരത്തിനോ സുഖത്തിനോ വേണ്ടിയല്ല താൻ ഈ മോഷണങ്ങൾ ചെയ്യുന്നതെന്നും ആ പണം ഉപയോഗിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും അവൻ വ്യക്തമാക്കി. അത് കേട്ട ആനി ഭയപ്പെടുന്നതിന് പകരം അതിൽ കൗതുകം പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ആഴ്ചകൾ കടന്നുപോയപ്പോൾ അവരുടെ ബന്ധം വളരുകയും അത് ദൃഢമാവുകയും ചെയ്തു. അവർ ഒരു ദമ്പതികളായി ജീവിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം പ്രിന്റിംഗ് ഷോപ്പിൽ വെച്ച് ലൂസിയോയും അസ്റ്റുറാനിയാനോയും ജീനും അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള വാർത്ത കണ്ടു. അത് കണ്ടതും ലൂസിയോക്ക് വല്ലാത്ത ദേഷ്യം തന്നെ വന്നു. കരുത്തുറ്റൊരു മുതലാളിത്ത രാജ്യം ക്യൂബയെപ്പോലെ പാവപ്പെട്ട രാജ്യത്തെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് എന്നവൻ എടുത്തു ചോദിച്ചു. അത് മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ക്യൂബയെ എങ്ങനെ സഹായിക്കാമെന്ന് ചർച്ച ചെയ്യുന്നതിനിടയിൽ പ്രിന്റിംഗ് ഷോപ്പ് മറ്റൊരു വലിയ കാര്യത്തിനായി ഉപയോഗിക്കാം എന്ന് ജീൻ ഒരു നിർദ്ദേശം വെച്ചു. ആ ചിന്ത ലൂസിയോയുടെ മനസ്സിൽ പുതിയൊരു ആശയം തന്നെ തീർത്തു. അടുത്ത ദിവസം ലൂസിയോ ആനിയെ തന്റെ അളിയനായ പാട്രിക്കിനെ കാണാൻ കൊണ്ടുപോയി. പാട്രിക് 2 മാസമായി ജോലിയില്ലാതെ ഇരിക്കുകയാണ്. ലൂസിയോ താൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ പാട്രിക്കുമായി ഡിസ്കസ് ചെയ്തു. വ്യാജ അമേരിക്കൻ ഡോളറുകൾ കള്ളപ്പണം അച്ചടിക്കാനായിരുന്നു അവന്റെ പദ്ധതി. പാട്രിക് ഒരു അക്കൗണ്ടന്റ് ആയതിനാലും പണത്തെക്കുറിച്ച് കൂടുതൽ ധാരണയുള്ളതിനാലും തന്റെ കൂടെ കൂടാമോ എന്ന് ലൂസിയോ ചോദിച്ചു. പാട്രിക്കും ജോലിയും മറ്റ് വരുമാന മാർഗങ്ങളുമൊന്നും മുമ്പിലില്ലാത്തതുകൊണ്ടും നല്ലൊരു ലക്ഷ്യത്തിനാണ് അതെന്ന് ചിന്തിച്ചതുകൊണ്ടും ലൂസിയോയുടെ കൂടെ ചേർന്നു. അടുത്ത ദിവസം തന്നെ അവർ കള്ളനോട്ട് നിർമ്മാണത്തിന് വേണ്ട കാര്യങ്ങൾ ആരംഭിച്ചു. അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. നിരവധി പരീക്ഷണങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും ഒക്കെ ശേഷമാണ് മികച്ച രീതിയിലുള്ള കള്ളനോട്ടുകൾ നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചത്. പതിയെ ആ നോട്ടുകൾ വെച്ചുമാറാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങി. ഒടുവിൽ ബാങ്കുകളിൽ നിന്നുപോലും ആ നോട്ടുകൾ മാറി യഥാർത്ഥ പണമാക്കിയ ശേഷം ലൂസിയോ അതിൽ സന്തോഷം കണ്ടെത്തി. അത് അരാജകവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവർ വിതരണം ചെയ്തു. ഇതിനിടയിലാണ് ആനി ഗർഭിണിയാകുന്നത്. ആ വിവരം അവൾ ലൂസിയോയെ അറിയിച്ചു. അതവനെ അത്യധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അടുത്ത ദിവസം ചില പദ്ധതികളുമായി ലൂസിയോ ക്യൂബൻ എംബസിയിൽ പോയി. അമേരിക്ക പോലൊരു മുതലാളി ശക്തിയെ തകർക്കാൻ തന്റെ കയ്യിൽ സാഹസികമായ ഒരു തന്ത്രമുണ്ടെന്ന് അവൻ എടുത്തു പറഞ്ഞു. അവൻ തന്റെ തന്ത്രം അവതരിപ്പിച്ചു. മുതലാളിത്ത വ്യവസ്ഥയിൽ പണമാണ് യഥാർത്ഥ കരുത്ത്. ലോകമെമ്പാടും വ്യാജ ഡോളറുകൾ പ്രചരിപ്പിച്ചാൽ ഡോളറിന്റെ മൂല്യമിടിയും. അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കും. യുദ്ധവുമായി അമേരിക്കക്ക് അങ്ങനെ ഒരുപാട് മുമ്പോട്ടേക്ക് പോവാൻ സാധിക്കില്ല. എംബസി ഉദ്യോഗസ്ഥ ക്യൂബൻ അംബാസിഡർ ഇതിൽ ആകൃഷ്ടയായി. ക്യൂബൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ ലൂസിയോക്കൊരു അവസരം അവർ ഒരുക്കി തീർത്തു. വിമാനത്താവളത്തിൽ വെച്ച്
പ്രധാനപ്പെട്ട ഒരു ക്യൂബൻ നേതാവിനെ കാണാൻ അവർ നിർദ്ദേശിച്ചു. ലൂസിയോ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് അമേരിക്കക്കെതിരെ പൊരുതുന്ന പ്രധാനപ്പെട്ട ഒരു പോരാളിയെ ലൂസിയോ കണ്ടുമുട്ടി. അദ്ദേഹവുമായി ലൂസിയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ലൂസിയോയുടെ പദ്ധതി അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം ലൂസിയോയോട് പറഞ്ഞു, അമേരിക്ക ഒരു ആഗോള ശക്തിയാണ്, കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, സൂക്ഷിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകളും ജാഗ്രതാ നിർദ്ദേശവും ലൂസിയോയെ ചെറുതായി ഒന്ന് നിരാശനാക്കിയിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ലൂസിയോ കണ്ടത് പരിഭ്രാന്തിയായി ആനിയടുത്തേക്ക് ഓടി വരുന്നതാണ്. തങ്ങളുടെ പദ്ധതി പുറത്തായെന്നും ഇൻസ്പെക്ടറും സംഘവും അവനെ തിരയുകയാണെന്നും അവൾ പറഞ്ഞു. രക്ഷപ്പെടാനായി ലൂസിയോക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ലൂസിയോ കയ്യിലിരുന്ന ഡോളേഴ്സ് തെരുവിലേക്ക് വാരിയെറിഞ്ഞു. പണത്തിനായി ആളുകൾ തിക്കിത്തിരക്കിയപ്പോൾ അവർക്ക് അവിടെ നിന്നും മാറാൻ കഴിഞ്ഞെങ്കിലും ഭാഗ്യം ലൂസിയോയെ തുണച്ചില്ല. ലൂസിയോ പിടിക്കപ്പെട്ടു. അവൻ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. മാസങ്ങൾക്ക് ശേഷമായിരുന്നു ലൂസിയോ ജയിൽ മോചിതനായത്. ആനി അവനെ സ്വീകരിക്കാനെത്തി. ആനി എപ്പോഴേക്കും അവരുടെ മകൾക്ക് ജന്മം നൽകി കഴിഞ്ഞിരുന്നു. പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായ ശേഷം ലൂസിയോ നിർമ്മാണ തൊഴിലാളിയായി തന്റെ ജോലി തുടർന്നു. ആ 8 വർഷം അവൻ മോഷണമോ കള്ളനോട്ട് അച്ചടിയോ മറ്റില്ലീഗൽ ഇടപാടുകളോ ഒന്നും തന്നെ ചെയ്തില്ല. ഒരു ദിവസം ഫോർമാൻ അവന് ശമ്പളമായി ഒരു ചെക്ക് നൽകി. മുൻപ് ചെക്ക് കണ്ടിട്ടില്ലാത്ത ലൂസിയോ അമ്പരപ്പോടെ അത് നോക്കി നിന്നു. അത് ബാങ്കിൽ കൊടുത്താൽ പണം കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവനത് സ്വീകരിച്ചു. ജോലി കഴിഞ്ഞപ്പോൾ ആനിയെയും മകളെയും സ്കൂളിൽ നിന്ന് കൂട്ടി അവൻ വീട്ടിലേക്ക് മടങ്ങി. ആനി ഇപ്പോൾ ഒരു വോളണ്ടിയർ അധ്യാപികയായി ജോലി നോക്കുകയാണ്. അന്ന് വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ ലൂസിയോ എത്തി. പക്ഷേ പണം കൊടുക്കാൻ നേരം അവന്റെ കയ്യിലുള്ള പണം തികയില്ലായിരുന്നു. അവന്റെ കയ്യിലെ ചെക്ക് കണ്ടതും ആ ചെക്ക് പണത്തിന് പകരം ഉപയോഗിക്കാം എന്ന് ക്യാഷർ പറഞ്ഞു. അത് കേട്ടതും ലൂസിയോക്ക് അത്ഭുതം തോന്നി. ക്യാഷർ പറഞ്ഞു കൊടുത്ത രീതിയിൽ ചെയ്തപ്പോ ചെക്ക് ഉപയോഗിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് കണ്ടപ്പോൾ 8 വർഷമായി അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന അവന്റെ ക്രിമിനൽ ബുദ്ധി ഉണർന്നു. അന്ന് രാത്രി പ്രിന്റിംഗ് ഷോപ്പിൽ ലൂസിയോയും ജീനും പാട്രിക്കും അസ്റ്റുറാനിയാനോയും ഒത്തുകൂടി. ലൂസിയോ അവരെ വിളിച്ചു വരുത്തിയതായിരുന്നു. തന്റെ മനസ്സിൽ ഉദിച്ച പുതിയൊരു പദ്ധതി അവൻ അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. മുമ്പ് അവർ ചെയ്ത കാര്യത്തിലേക്ക് മടങ്ങാനാണ് അവൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത്തവണ ചെറിയൊരു മാറ്റമുണ്ട്. അവർ ഇത്തവണ പ്രിന്റ് ചെയ്യുക പണമല്ല, പകരം അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കായ സിറ്റി ബാങ്കിന്റെ ചെക്കുകൾ അവർ വ്യാജമായി നിർമ്മിക്കും. പണത്തിനെ അപേക്ഷിച്ച് ചെക്കുകളിൽ സെക്യൂരിറ്റി കുറവാണെന്നും അത് നിർമ്മിക്കുന്നത് എളുപ്പമാണെന്നും അവൻ പറഞ്ഞു. എല്ലാവരും അവന്റെ ആശയത്തോട് യോജിച്ചു. അടുത്ത ദിവസം തന്നെ അവർ വ്യാജ ചെക്കുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ വ്യാജ ചെക്കുണ്ടാക്കൽ അത്ര എളുപ്പമായിരുന്നില്ല. നിരവധി പരാജയങ്ങൾക്ക് ശേഷം ഒടുവിൽ യഥാർത്ഥ ചെക്കിന് സമാനമായ ഒന്ന് അവർ നിർമ്മിച്ചെടുത്തു. അടുത്ത ദിവസം ലൂസിയോ വേഷം മാറി ബാങ്കിലെത്തി ആ ചെക്ക് സബ്മിറ്റ് ചെയ്തു. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തടസ്സമില്ലാതെ ആ ചെക്ക് മാറി. അവന് പണം ലഭിച്ചു. എന്നിട്ടും ലൂസിയോ തിടുക്കം കാണിച്ചില്ല. സംശയം ഒഴിവാക്കാൻ ഫ്രാൻസിലെ വിവിധ നഗരങ്ങളിൽ ഒരേ സമയം ഈ ചെക്കുകൾ മാറാൻ അവൻ അരാജകവാദ ഗ്രൂപ്പിലെ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു. പലയിടങ്ങളിലായി ഒരേ സമയം പണം മാറ്റിയാൽ പോലീസിന് തങ്ങളെ പിടികൂടാൻ പ്രയാസമാകും എന്നതായിരുന്നു അവന്റെ ആശയം. അത് നല്ല രീതിയിൽ തന്നെ വർക്കായി. പിടിക്കപ്പെടാതെ ചെക്ക് മാറ്റി അവർ പണം സമ്പാദിച്ചു. പദ്ധതി വിജയകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. മുമ്പത്തെ പോലെ തന്നെ അങ്ങനെ കിട്ടിയ പണം അവർ പാവപ്പെട്ടവർക്കും പ്രസ്ഥാനത്തിനുമായി വിതരണം ചെയ്തു. പക്ഷേ ആഴ്ചകൾക്ക് ശേഷം വ്യാജ ചെക്കുകൾ ബാങ്ക് അധികൃതർ കണ്ടെത്തി. അമേരിക്കൻ ഇന്റർനാഷണൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ ബാരോ ഈ കേസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബ്രാഞ്ചിലേക്ക് എത്തി. അദ്ദേഹം ആ വിവരം ഫ്രഞ്ച് പോലീസിനെ അറിയിച്ചു. അഹങ്കാരിയായ ബാരോ ഫ്രഞ്ച് പോലീസിന്റെ കഴിവുകേടിനെ പരിഹസിച്ച് സംസാരിച്ചു. പക്ഷേ ഇൻസ്പെക്ടർ കുറ്റവാളി ആരാണെന്ന് തനിക്കറിയാമെന്നും ഈ കേസ് ഉടൻ തീർപ്പാക്കുമെന്നും ബാരോക്ക് മറുപടി കൊടുത്തു. അടുത്ത ദിവസം ലൂസിയോക്കടുത്തെത്തിയ ഇൻസ്പെക്ടർ വ്യാജ ചെക്ക് കാണിച്ച് ഈ ചെക്കിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. തുടർച്ചയായി അവനെ ചോദ്യം ചെയ്തു. ലൂസിയോ പക്ഷേ വളരെ ശാന്തനായിട്ടായിരുന്നു മറുപടി കൊടുത്തത്. താൻ കഴിഞ്ഞ 8 വർഷമായി ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്യാതെ സത്യസന്ധനായാണ് ജീവിക്കുന്നതെന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല എന്നും പറഞ്ഞവൻ അവിടെ നിന്ന് പോയി. പക്ഷേ വിവരമറിഞ്ഞ ആനിയാകട്ടെ ലൂസിയോയോട് ദേഷ്യപ്പെട്ടു. തന്നെ അറിയിക്കാതെ ലൂസിയോ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് മടങ്ങിയത് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിയമം ലംഘിക്കാതെയും ലോകത്ത് മാറ്റാൻ കഴിയുമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ബൊളീവിയയിൽ ജോലി ചെയ്യാൻ നഴ്സായിട്ട് പോകുവാൻ ആനിക്കൊരു അവസരം വന്നിട്ടുണ്ടായിരുന്നു. തന്റെ കൂടെ ബൊളീവിയയിലേക്ക് വരണമെന്നും നമുക്കവിടെ ജീവിതം പടുത്തുയർത്താം എന്നും ആനി ലൂസിയോയോട് പറഞ്ഞു. പക്ഷേ ലൂസിയോ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. ദേഷ്യത്തിലായിരുന്ന ആനി അങ്ങനാണെങ്കിൽ തങ്ങളുടെ മകളെയും കൂട്ടി താൻ ഒറ്റയ്ക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തി. ലൂസിയോയും ദേഷ്യത്തിലായിരുന്നല്ലോ. അങ്ങനാണെങ്കിൽ അങ്ങനായിക്കോട്ടെ എന്നൊരു മറുപടിയായിരുന്നു ലൂസിയോ പറഞ്ഞത്. തന്റെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവാൻ അയാൾ തയ്യാറായതേയില്ല.
അടുത്ത ദിവസം മുതൽ ബാങ്കുകളിൽ ഒരാൾക്കൊരു ദിവസം ഒരു ചെക്ക് മാത്രമേ മാറാൻ കഴിയൂ എന്നൊരു നിയമം വന്നു. അതോടെ പരിഭ്രാന്തിയിലായ ജീൻ ഈ പണി നമുക്ക് നിർത്താമെന്ന് ലൂസിയോയോട് പറഞ്ഞു. ഇല്ലെങ്കിൽ പ്രസ്ഥാനത്തിലെ മറ്റംഗങ്ങൾ പിടിക്കപ്പെടും എന്നവർ ഭയപ്പെട്ടിരുന്നു. വ്യാജ ചെക്കുകൾ വിദേശത്ത് വിൽക്കാമെന്ന് ഒരാശയം അവൾ മുമ്പോട്ടേക്ക് വെച്ചു. അത് കേട്ടതും ലൂസിയോയും ഒന്ന് ആലോചിച്ചു. അപ്പോഴാണ് ജയിലിൽ വെച്ച് പരിചിതനായ സുഹൃത്ത് ചാർലിയെ ലൂസിയോ ഓർക്കുന്നത്. ലൂസിയോ ചാർലിയെ സമീപിച്ചു. ശേഷം ഒരു ബയറിനെ കണ്ടെത്താൻ ചാർലിക്ക് നിർദ്ദേശവും കൊടുത്തു. അടുത്ത ദിവസം ടോണി എന്ന അമേരിക്കക്കാരനെ ചാർലി പരിചയപ്പെടുത്തി. $10,00,000 ചെക്കുകൾ വാങ്ങാമെന്ന് ടോണി സമ്മതിച്ചു. പണം തയ്യാറാക്കാൻ ടോണി 2 ദിവസത്തേക്ക് സാവകാശവും ചോദിച്ചു. ആ പണം വാങ്ങി എല്ലാം അവസാനിപ്പിച്ച് ആനിയോടൊപ്പം ബൊളീവയിലേക്ക് രക്ഷപ്പെടാം എന്നായിരുന്നു ലൂസിയോയുടെ പദ്ധതി. അങ്ങനെ ഒരു ഡീലിലെത്തിയ ശേഷം ലൂസിയോ തിരികെ എത്തി. അവിടെത്തുമ്പോൾ പാട്രിക്കും ജീനും അവിടെ അവനെ കാത്തിരിക്കുന്നുണ്ട്. പോലീസ് അവരെ പിന്തുടരുന്നുണ്ടെന്നും പദ്ധതി പോലീസിനറിയാമോ എന്ന് സംശയമുണ്ടെന്നും അവർ അവനെ താക്കീത് ചെയ്തു. ലൂസിയോ ഈ ഒരു പ്രശ്നത്തിലേക്ക് തന്റെ ഭർത്താവ് പാട്രിക്കിനെ വലിച്ചിഴച്ചതിൽ അവന്റെ സഹോദരി ദേഷ്യപ്പെടുക പോലും ഉണ്ടായി. ജീനാകട്ടെ ആകെ ഭയന്ന് ഇനിയൊന്നിനും താനില്ല, താനിനി ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്നുപോലും അങ്ങ് പ്രഖ്യാപിച്ചു. ആനിയാകട്ടെ ഒന്നും പറഞ്ഞില്ല. അവൾ ലൂസിയോയുടെ പിടിവാശിയിൽ മടുത്തിരുന്നു. 2 ദിവസത്തിനു ശേഷം ടോണിയുമായി തയ്യാറാക്കിയ ഇടപാട് നടക്കേണ്ട ദിവസം വന്നു ചേർന്നു. തന്റെ അപ്പാർട്ട്മെന്റ് ജനാലയിലൂടെ ലൂസിയോ പുറത്തേക്ക് നോക്കി. കെട്ടിടത്തിന് പുറത്ത് പോലീസ് വണ്ടികൾ നിൽക്കുന്നത് അവൻ നോക്കിക്കണ്ടു. പോലീസിന്റെ നിരീക്ഷണം തന്റെ മേലുണ്ട്. പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ തന്നെ ഒന്ന് സഹായിക്കാമോ എന്നവൻ ആനിയോട് ചോദിച്ചു. പക്ഷേ അവൾ അത് നിരസിക്കുകയായിരുന്നു ചെയ്തത്. പകരം അവൾ അവന് വേണ്ടി വാങ്ങിയ വിമാന ടിക്കറ്റ് അവന്റെ കയ്യിൽ കൊടുത്തു. കഴിയുമെങ്കിൽ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് അവനോട് യാത്ര പറഞ്ഞിറങ്ങി. തെരുവിൽ വെച്ച് തന്റെ പിന്നാലെയുള്ള പോലീസുകാരെ വഴിതെറ്റിക്കാൻ ലൂസിയോ മനഃപൂർവ്വം അവിടെ ചില ബഹളങ്ങൾ ഉണ്ടാക്കി. അവൻ റെസ്റ്റോറന്റിലെത്തിയപ്പോ അസ്റ്റുറാനിയാനോ നേരത്തെ തന്നെ അവിടെ എത്തി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ടോണിയും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. എന്നാൽ ടോണിയെ കാണാനായി ലൂസിയോ മുന്നോട്ടേക്ക് നീങ്ങിയ അതേ നിമിഷം തന്നെ പോലീസ് അവിടെ കിരച്ചു കയറി. ലൂസിയോ പിടിക്കപ്പെട്ടു, അതും കയ്യിൽ പണപ്പൊതിയുമായി. ജയിലിൽ വെച്ച് ലൂസിയോ തന്റെ വക്കീലിനെ കണ്ടു. തന്റെ പദ്ധതി ആരോ അടുത്ത സുഹൃത്തുക്കൾ ഒറ്റിക്കൊടുത്തതാണെന്ന് അവനൊരു സംശയം തോന്നിയിരുന്നു. അക്കാര്യം അവൻ വക്കീലിനോട് പറഞ്ഞു. പാട്രിക്ക് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത് എന്ന കാര്യം വക്കീല് സൂചിപ്പിച്ചു. തന്റെ സഹോദരിയുടെ ഭർത്താവ് പാട്രിക് തന്നെയായിരിക്കും പോലീസിന് വിവരം നൽകിയത് എന്ന് ലൂസിയോ അപ്പോൾ കരുതി. സ്വന്തം അളിയൻ തന്നെ ചതിക്കുമെന്ന് വിശ്വസിക്കാൻ ലൂസിയോക്ക് കഴിഞ്ഞിരുന്നില്ല. വക്കീൽ കൂട്ടത്തിൽ ഏറ്റവും മോശമായ മറ്റൊരു വാർത്ത കൂടി പറഞ്ഞു. ബാങ്ക് മാനേജറായ ബാരോ അവനെതിരെ കടുത്ത കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ജഡ്ജി അത് അംഗീകരിച്ചാൽ ലൂസിയോക്ക് 20 വർഷം തടവും $50 മില്യൺ പിഴയും ലഭിച്ചേക്കാം. അത് കേട്ടതും ലൂസിയോ പൂർണ്ണമായും തകർന്നു. എങ്ങനെ ഇതിനെ അതിജീവിക്കും, എന്തു ചെയ്യും എന്നോർത്തവന്റെ തല പുകഞ്ഞു. കഴിഞ്ഞുപോയ തന്റെ തീരുമാനങ്ങളെക്കുറിച്ചും മറ്റുമോർത്ത് ഒരു ഘട്ടത്തിൽ അവൻ വിലപിക്കുക പോലും ചെയ്തു. അങ്ങനെ ആദ്യത്തെ വിചാരണയുടെ സമയമായി. അച്ചടിച്ച ചില രേഖകളിൽ പിശകുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ലൂസിയോയുടെ വക്കീൽ വിചാരണ നീട്ടിവെക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചു. അത് കേട്ടതും മാനേജർ ബാരോ പ്രകോപിതനായി. വിചാരണ നീട്ടിവെച്ചാൽ ലൂസിയോ രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നും അതിനനുവദിക്കരുതെന്നും അയാൾ വാദിച്ചു. എങ്കിലും നിയമപരമായ രേഖകൾ കൃത്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ വിചാരണ നീട്ടിവെക്കാൻ ജഡ്ജിക്ക് ഉത്തരവിടേണ്ടി വന്നു. ലൂസിയോക്ക് ജാമ്യം ലഭിച്ചു. ലൂസിയോ പുറത്തിറങ്ങി. ലൂസിയോയെക്കുറിച്ചുള്ള വാർത്തകൾ അതോടെ ഫ്രാൻസിലുടനീളം പടർന്നിരുന്നു. പത്രങ്ങൾ അവനെ ഫ്രാൻസിന്റെ റോബിൻഹുഡ് എന്നുവരെ വിശേഷിപ്പിച്ചു. ഇത് വായിച്ച ബാരോ ആകട്ടെ വല്ലാതെ രോഷാകുലനായി. ലൂസിയോയെപ്പോലൊരു തട്ടിപ്പുകാരനെ പൊതുജനങ്ങൾ ഇങ്ങനെ പുകഴ്ത്തുന്നത് അവന് സഹിക്കാൻ സാധിച്ചില്ല. ലൂസിയോയെ പരമാവധി കഠിനമായി ശിക്ഷിക്കാൻ, അവന്റെ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യാൻ ബാരോ ഇൻസ്പെക്ടറുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി. പക്ഷേ ഇൻസ്പെക്ടർ അതിന് വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. ഒരു കേസ് കോടതിയിലെത്തിയാൽ പോലീസിന്റെ അധികാരം അവിടെ അവസാനിക്കും എന്നായിരുന്നു ഇൻസ്പെക്ടർ മറുപടി കൊടുത്തത്. അടുത്ത ദിവസം പുതിയ ചില വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ലൂസി ഒരു ബാറിൽ വെച്ച് പാട്രിക്കിനെ കണ്ടു. കടുത്ത ദേഷ്യത്തോടെ ലൂസി അവനെ എതിരിട്ടു. പാട്രിക്കാണ് തന്നെ ചതിച്ചതെന്ന് അവൻ ഉറപ്പിച്ച് പാട്രിക്കിനോടായി പറഞ്ഞു. പക്ഷേ താനൊന്നും ചെയ്തിട്ടില്ലെന്ന് പാട്രിക് വിശദീകരിച്ചു. ഇടപാടിന്റെ തലേ ദിവസം പോലീസ് തന്നെ സമീപിച്ചിരുന്നെന്നും വിവരങ്ങൾ നൽകിയാൽ പണം തരാമെന്ന് പറഞ്ഞെന്നും പക്ഷേ താൻ അതൊക്കെ നിരസിക്കുകയാണ് ചെയ്തതെന്നും പാട്രിക് വ്യക്തമാക്കി. പേടി കാരണം ആ സമയത്ത് താൻ ഭാര്യയെയും കൂട്ടി പട്ടണം വിട്ട് പുറത്തേക്ക് പോയിരുന്നതാണെന്നും പാട്രിക് എടുത്തു പറഞ്ഞു. അത് കേട്ടതും ലൂസി ഒന്ന് നിശബ്ദനായി. പാട്രിക് നിരപരാധിയാണെങ്കിൽ പിന്നെ ആരാണ് തന്നെ ചതിച്ചത് എന്ന ചോദ്യം അവനിൽ അവശേഷിച്ചു. അന്ന് രാത്രി പുതിയ അന്വേഷണ വിവരങ്ങളുമായി വക്കീൽ ലൂസിയോയുടെ വീട്ടിലെത്തി. പാട്രിക് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും പാട്രിക് ചതിച്ചിട്ടില്ല എന്ന കാര്യവും വക്കീൽ വിശദീകരിച്ചു. യഥാർത്ഥ ചതിയൻ ആ കൂട്ടത്തിൽ ചാർലിയായിരുന്നു. ചെക്കുകൾ വാങ്ങാൻ വന്ന ടോണി എന്നയാൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ നിയമപാലകരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന
ഒരു രഹസ്യ ഏജന്റായിരുന്നു. ചാർലിയും ടോണിയും ചേർന്ന് ലൂസിയോയെ മനഃപൂർവ്വം കെണിയിൽ ചാടിച്ചതാണ്. അതിന്റെ പ്രതിഫലം അവർ പറ്റുകയും ചെയ്തു. രേഖകളെല്ലാം ശരിയായെന്നും ലൂസിയോയുടെ വിചാരണ ഉടൻ ആരംഭിക്കുമെന്നും വക്കീലെന്ന് ലൂസിയോയെ അറിയിച്ചു. ലൂസിയോ വീണ്ടും നിരാശയുടെ ആഴങ്ങളിലേക്ക് പതിച്ചു. ഈ ദുർഘടാവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാലോചിച്ച് രാത്രി മുഴുവൻ അവൻ ഉറക്കമില്ലാതിരുന്നു. പെട്ടെന്നാണ് അവനൊരു ഫോൺ കോൾ വന്നത്. ലൂസിയോ പോലീസിൽ കീഴടങ്ങണമെന്നും തെറ്റുകൾ സമ്മതിക്കണമെന്നും ഇല്ലെങ്കിൽ അവനെ കൊന്നുകളയും എന്നുമായിരുന്നു ഫോണിലൂടെ ഭീഷണി വന്നത്. ലൂസിയോ നേരെ ഇൻസ്പെക്ടറുടെ അടുത്തെത്തി ആ വിവരം പറഞ്ഞു. ബാരോ ആണ് ഇതിന് പിന്നിലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ തെളിവുകളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാനും ഇൻസ്പെക്ടർക്ക് പറ്റില്ലായിരുന്നു. എങ്കിലും തനിക്കും ബാരോയെ ഇഷ്ടമല്ല എന്നാ ഇൻസ്പെക്ടർ സൂചിപ്പിച്ചു. ഈയൊരു തവണ മാത്രം ലൂസിയോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ താൻ അതിനെ രഹസ്യമായി പിന്തുണയ്ക്കാം എന്നദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൂസിയോ ചെയ്തിരുന്ന പ്രവർത്തികളുടെ നല്ല വശങ്ങൾ ആ ഇൻസ്പെക്ടറും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടായിരുന്നു ലൂസിയോയെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം മുന്നിട്ട് വന്നത്. ഇൻസ്പെക്ടറുടെ പിന്തുണ കിട്ടിയതോടെ ലൂസിയോ ചിലത് ആലോചിച്ച് തീരുമാനിച്ചു. മുമ്പ് വ്യാജ ചെക്ക് പ്ലേറ്റുകൾ താൻ ഒളിപ്പിച്ചു വെച്ച സെമിത്തേരിയിലേക്ക് ലൂസിയോ ചെന്നു. ബാരോയുടെ വെല്ലുവിളി നേരിടാൻ അവൻ ഉറപ്പിച്ചു. ബാരോക്കൊരു പണി കൊടുക്കാനും. അന്നു രാത്രി ലൂസിയോ തനിക്ക് കഴിയുന്നത്ര വ്യാജ ചെക്കുകൾ അച്ചടിച്ചുണ്ടാക്കി തനിക്കറിയാവുന്ന എല്ലാ അരാജകവാദ ഗ്രൂപ്പ് അംഗങ്ങൾക്കും അത് വിതരണം ചെയ്തു. പിന്നാലെ ഫ്രാൻസിലെത്തുന്ന വിദേശ വിനോദ സഞ്ചാരികൾക്ക് ആ ചെക്കുകൾ വിൽക്കാൻ അവൻ അവരോട് നിർദ്ദേശിച്ചു. ആ ചെക്കുകൾ ലോകമെമ്പാടും പടരുന്നതോടെ അമേരിക്കൻ അന്താരാഷ്ട്ര ബാങ്കുകൾ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് അവൻ കണക്കുകൂട്ടിയിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയി. ഒടുവിൽ ലൂസിയോ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അവന്റെ ആ പദ്ധതി വിജയിച്ചു. ഫ്രാൻസിൽ ലൂസിയോയുടെ കേസ് കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ബാരോയ്ക്ക് തന്റെ മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ വിളി വന്നു. ജർമ്മനിയിലും നെതർലൻഡ്സിലും മറ്റ് പല രാജ്യങ്ങളിലും വ്യാജ ചെക്കുകൾ പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് പടർന്നുകൊണ്ടിരിക്കുകയാണെന്നും അവർ ബാരോയെ അറിയിച്ചു. അത് ലൂസിയോയുടെ പണിയാണെന്ന് ബാരോ ഉടൻ തന്നെ മനസ്സിലായിരുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്നും ബാരോ തിരിച്ചറിഞ്ഞു. ഇതേസമയം മറുവശത്ത് ലൂസിയോ ആകട്ടെ ഒരു പബ്ലിക് ഫോണിൽ നിന്ന് ആനിയെ വിളിക്കുകയായിരുന്നു. താൻ അവളെയും മകളെയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അവരെ മിസ് ചെയ്യുന്നുണ്ടെന്നും ആ ഫോൺ കോളിൽ അവൻ പറഞ്ഞു. അന്ന് വിമാനത്താവളത്തിലേക്ക് അവളുടെ കൂടെ വരാതിരുന്നത് തന്റെ തെറ്റാണെന്നും അതിന് തന്നോട് ക്ഷമിക്കണമെന്നും വൈകിയാണെങ്കിലും താൻ ബൊളീവിയയിലേക്ക് അവളുടെ അടുത്തേക്ക് വരുമെന്നും അവൻ അവൾക്ക് പ്രോമിസ് കൊടുത്തു. ഈ സംസാരത്തിനിടയിൽ പോലീസ് ആ ബൂത്ത് വളഞ്ഞു. ലോകമെമ്പാടും വ്യാജ ചെക്കുകൾ പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിന് ലൂസിയോ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ലൂസിയോ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ ലൂസിയോയെ കാണാൻ ബാരോ വന്നു. അത്യന്തം ആത്മവിശ്വാസത്തോടെ ലൂസിയോ ബാരോയോട് താനാണ് ഈ പോരാട്ടത്തിൽ വിജയിച്ചത് എന്ന് മുഖത്തു നോക്കി പറഞ്ഞു. ബാരോയുടെ മുന്നിൽ ഇനിയൊരേ ഒരു വഴി മാത്രമേയുള്ളൂ. ലൂസിയോയുമായി ഒരു ഡീൽ തയ്യാറാക്കുക. അല്ലെങ്കിൽ വ്യാജ ചെക്കുകൾ ഇന്റർനാഷണൽ ലെവലിൽ പ്രചരിക്കും, ബാങ്ക് തകരും, ആകെ കാര്യങ്ങൾ വഷളാകും. ലൂസിയോ വിചാരിച്ചാൽ മാത്രമേ അത് തടഞ്ഞു നിർത്താൻ സാധിക്കൂ. ഡീലിന്റെ കാര്യം ബാരോ ലൂസിയോയോട് സംസാരിച്ചു. ലൂസിയോ കണ്ടീഷൻസ് മുമ്പോട്ടേക്ക് വെച്ചു. എനിക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും പിൻവലിക്കണം. മാത്രമല്ല ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതാണല്ലോ, എനിക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരമായി നൽകുകയും വേണം. അങ്ങനാണെങ്കിൽ വ്യാജ ചെക്കുകൾ നിർമ്മിക്കുന്ന പ്ലേറ്റുകൾ നിങ്ങൾക്കുടനടി കൈമാറും. ഇനി പുതിയ വ്യാജ ചെക്കുകൾ നിർമ്മിക്കപ്പെടില്ല. ഉടൻ തന്നെ മറുപടിയൊന്നും പറയണ്ടെന്നും ആലോചിച്ച് പറഞ്ഞാൽ മതിയെന്നും ലൂസിയോ കൂട്ടിച്ചേർത്തു. ബാരോ അതിനെപ്പറ്റി ഗാഢമായി ചിന്തിച്ചു. ലൂസിയോയുടെ കണ്ടീഷൻ ഓഫർ നിരസിച്ചാൽ ലൂസിയോ ജയിലിൽ പോകും. പക്ഷേ പുറത്ത് വ്യാജ ചെക്കുകൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. അത് ബാങ്കിന് ഓരോ ദിവസവും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുമിരിക്കും. ബാരോ വല്ലാതെ നിശബ്ദനായി. ലൂസിയോ മുമ്പോട്ട് വെച്ച കരാർ സ്വീകരിക്കുകയല്ലാതെ ബാരോക്ക് മറ്റു വഴികളില്ലായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ലൂസിയോയും ബാരോയും ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടി. ബാരോ വ്യാജ ചെക്ക് പ്ലേറ്റുകൾ ഏറ്റുവാങ്ങി. ഇനി പുതിയവ ഉണ്ടാക്കില്ലെന്ന് ലൂസിയോ ഉറപ്പുകൊടുത്തു. ലൂസിയോയുടെ വാക്കുകളെ വിശ്വസിക്കുകയല്ലാതെ ബാരോക്ക് മറ്റു മാർഗമില്ലായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജീനും മസ്റ്റുറാനിയോയും ഹോട്ടൽ ലോബിയിൽ ലൂസിയോയെ കാത്തുനിന്നിരുന്നു. ലൂസിയോ അവർക്കരികിലേക്ക് ചെന്നു. താൻ സ്വതന്ത്രനായെന്നും കണ്ടീഷൻ വെച്ച് നഷ്ടപരിഹാരമായി വലിയൊരു തുക വാങ്ങിയെടുത്തെന്നും അവൻ അവരോട് പറഞ്ഞു. അതവർക്ക് വലിയ സന്തോഷം തന്നെ നൽകിയിരുന്നു. കൂട്ടത്തിൽ ആശ്വാസവും. കുറച്ച് ദിവസങ്ങൾ വീണ്ടും മുമ്പിലേക്ക് കൂടി. കിട്ടിയ പണത്തിന്റെ ഒരു ഷെയർ തന്റെ പ്രിയപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്ത ശേഷം ബാക്കി പണവുമായി ലൂസിയോ ബൊളീവിയയിലേക്ക് പോയി. അവൻ അവിടെ
അവിടെ എത്തിയപ്പോൾ ആനി അത്രമേൽ സന്തോഷിച്ചിരുന്നു. ആനി അവനെ ചേർത്തു പിടിച്ചു. ഫ്രാൻസിലെ തന്റെ അരാജകവാദ ഗ്രൂപ്പ് ഇല്ലാതായെങ്കിലും പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്ന് ലൂസിയോക്കറിയാമായിരുന്നു. പുതിയ ഇടത്തു വെച്ച് അവൻ തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മനസ്സിൽ കരുതി. ലൂസിയോയുടെ ജീവിതം മുന്നിലേക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. 1940, 1980 കാലഘട്ടങ്ങൾക്കിടയിൽ ഫ്രാൻസിലെ ബാങ്കുകളെ വിറപ്പിച്ച ലൂസിയോ എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതകഥ അടിസ്ഥാനമാക്കിയാണ് ഈ ചലച്ചിത്രം ചിത്രീകരിക്കപ്പെട്ടത്. 89-ാം വയസ്സിൽ ജൂലൈ 2020 ലൂസിയോ മരണമടഞ്ഞത്. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും വീഡിയോ ഹൈപ്പ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.